തെരുവുനായ വിഷയത്തിൽ രണ്ടംഗ ബെഞ്ചിന്റെ ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. തെരുവിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരണത്തിന് ശേഷം തുറന്നു വിടണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. 8 ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെ തെരുവുനായ്ക്കളെ കൂട്ടിലടക്കണം എന്നായിരുന്നു രണ്ടംഗ ബെഞ്ചിന്റെ വിധി. എല്ലാ സംസ്ഥാനങ്ങളെയും സുപ്രീംകോടതി കക്ഷി ചേർത്തു. അജീഷ് ജയകുമാർ വിവരങ്ങളും വെച്ചിരുന്നു. അജീഷ്, അപ്പോൾ ABC എന്ന് പറയുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന വന്ധ്യംകരണത്തിലേക്ക് തന്നെ സുപ്രീംകോടതിയും ഫൈനൽ റിസോർട്ടാണ്, അത് മാത്രമാണ് ആശ്വാസത്തിന്റെ വഴി എന്ന് പറയുകയാണോ ദൗർഭാഗ്യവശാൽ അജീഷ്? അങ്ങനെ തന്നെയാണ് വിധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 3 അംഗ ബെഞ്ച്, ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മെഹ്ത്ത, ജസ്റ്റിസ് NV അഞ്ചാരി, ഈ 3 അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അവർ വിധിച്ചിരിക്കുന്നത്, അതായത് ഈ ഓഗസ്റ്റ് 11 2 അംഗ ബെഞ്ച് വിധിച്ചത് ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ എല്ലാം 8 ആഴ്ചയ്ക്കുള്ളിൽ കൂട്ടിലടക്കണമെന്നതായിരുന്നു. അന്ന് ഇതിനെതിരെ ചില സംഘടനകൾ, അത് മൃഗസ്നേഹ സംഘടനകളടക്കം എതിർവാദം ഉന്നയിച്ചു, അവർ വാദിച്ചിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു വിധി വിധിച്ചിരിക്കുന്നത്. അതായത് ആ ഓഗസ്റ്റ് 11 ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയ നായ്ക്കളെ എല്ലാം തന്നെ ഈ വന്ധീകരണത്തിന് ശേഷം, വാക്സിനേഷൻ നൽകിയതിന് ശേഷം തുറന്നു വിടണം. മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ കൂടി സുപ്രീം കോടതി ഈ പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് ഈ പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ അനുവദിക്കരുത്. അങ്ങനെ ആരെങ്കിലും നൽകി കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല മുനിസിപ്പൽ കോർപ്പറേഷൻ, തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ ഈ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേകം കേന്ദ്രങ്ങൾ ഒരുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇപ്പോൾ കക്ഷി ചേർത്തിട്ടുണ്ട്. സമാനമായിട്ടുള്ള കേസുകൾ ഹൈക്കോടതികളിലുണ്ടെങ്കിൽ ആ കേസുകളെല്ലാം തന്നെ സുപ്രീം കോടതിയിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ ഈ അനിമൽ ഹസ്ബൻഡറി ബോർഡ്, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾക്കും സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ABC നിയമം അത് എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നത്, അത് ഏതൊക്കെ തരത്തിൽ ആണ് അതിന്റെ പ്രാബല്യത്തിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.